മൃദു മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെറിയ ഒരു കാര്യം പോലും ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ അപ്പോഴേ അതിന്റെ അസ്വസ്ഥത അനുഭവപ്പെടും. അതുകൊണ്ട് നീങ്ങാൻ പറ്റിയാൽ അത് കറക്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ഭാരം, ഒരു ഇറിറ്റേഷൻ, ഒരു നൊമ്പരം, അസ്വസ്ഥത ഉള്ളിൽ കിട്ടുന്ന അനുഭവം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കൂ എന്നുള്ള ഈശോയുടെ അനുശാസനത്തെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 50-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകൾ, 2-ാമത്തെ യാചനയെക്കുറിച്ച് അങ്ങയുടെ രാജ്യം വരണമേ, ആ ഒരു യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെ നിരന്തരം നയിക്കാൻ നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ സ്വരം, മനസ്സാക്ഷിയിൽ അവിടുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. വായിലല്ലേ വഴിയെന്ന് പണ്ടത്തെ ആൾക്കാർ യാത്ര പോകുമ്പോൾ പറഞ്ഞിരുന്നു. അങ്ങനെ ചോദിച്ചു കവർ തോറും ചോദിച്ചു പോയിരുന്നു. എന്നാൽ നമ്മുടെ ഉള്ളത്തിൽ തന്നെ ദൈവത്തിൻ്റെ സ്വരം, വണ്ടിയിലൊക്കെ നാവിഗേഷൻ വെച്ചുകൊണ്ട് ആരോട് ചോദിക്കാതെ പോകാൻ പറ്റുന്ന പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. വില കൂടിയ പുതിയ വണ്ടികളിലെല്ലാം നാവിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞവർ നമ്മുടെ ഉള്ളത്തിന് ദൈവം അത് വെച്ചിട്ടുണ്ട്. അത് മനസ്സാക്ഷിയാണ്. 2 കാര്യങ്ങൾ നമ്മൾ അതിനുശേഷം കാണുകയുണ്ടായി. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. മനസ്സാക്ഷി കൃത്യമായിട്ട് ഫംഗ്ഷൻ കണ്ട് സൂക്ഷിക്കണം. അതിൻ്റെ സ്വരങ്ങളെ കൃത്യമായിട്ടും അത് അനുസരിക്കണം. അങ്ങനെ ചെയ്താൽ വഴി തെറ്റുകയില്ല. ദൈവരാജ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ ഇടവരികയെന്ന് നമ്മൾ കാണുകയുണ്ടായി. യോഹന്നാന്റെ ലേഖനത്തിലെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ തിരുവചനത്തില് വലിയൊരു വചന വാഗ്ദാനം ദൈവമക്കളുടെ മുമ്പിൽ വയ്ക്കപ്പെടുന്ന വലിയൊരു സ്വർഗീയ ഔന്നത്യത്തിന്റെ ജീവിത ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവന് വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയില് നമുക്ക് ഈ ഭൂമിയില് ദൈവമക്കളായിട്ട് വളരുമ്പോൾ ജീവിക്കാൻ പറ്റും എന്ന് വചനം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ. അപ്പം ഈ ഒരു വചന വാഗ്ദാനം നമ്മിൽ പൂർണ്ണമാകട്ടെ, നിറവേറട്ടെ അല്ലെ. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാം. നമുക്ക് സാധിക്കുമെന്നാണ്. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥ, പാപത്തിന്റെ ഓരോ സാഹചര്യം വരുമ്പോഴും ഇടത്തോട്ടോ വലത്തോട്ടോ വഴി തെറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഇതേ ലേഖനം ഇതേ അധ്യായത്തിൽ തന്നെ തൊട്ടുപുറകില് 7-ാമത്തെ വാക്യത്തില് കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴി തെറ്റിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുമക്കളായിരിക്കും നമ്മളെ വഴി തെറ്റിക്കുന്ന പിശാചാണ്. പിശാച് നയിച്ച് വഴി തെറ്റിക്കുന്നതാണ് നരകരാജ്യം. ദൈവത്തിന്റെ ആത്മാവ് നയിച്ച് വഴി തെറ്റാതെ കൊണ്ടുപോകുന്നതാണ് ദൈവരാജ്യം. അപ്പം അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ 2ാമത് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം എന്നെ നയിക്കട്ടെ, എനിക്ക് ഒരിടത്ത് പോലും ഒരു പാപം ചെയ്യാൻ വഴി തെറ്റാൻ വരല്ലേ എന്നതിനർത്ഥമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ പറ്റും? അത് മനസ്സാക്ഷിയുടെ പ്രവർത്തനത്തിലൂടെയാണ് സാധിക്കുക. നമ്മൾ മനസ്സാക്ഷി കാണുകയുണ്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, മനസ്സാക്ഷി കൃത്യമായി നവീകരിച്ച് രൂപാന്തരപ്പെട്ട അവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കണം. 2, മനസ്സാക്ഷി നൽകുന്നതായ മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് അനുസരിച്ച് ചുവട് വെച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങണം. ഈ 2 കാര്യങ്ങൾ, കാറിന്റെ കാര്യം പറഞ്ഞത് തന്നെ, കാറിന്റെ അകത്ത് കിട്ടുന്ന മുന്നറിയിപ്പുകൾ കറക്റ്റ് കിട്ടാൻ വേണ്ടി സെൻസറുകളെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നാവിഗേഷൻ ആപ്പ് കൃത്യമായിട്ട് വർക്കിംഗ് കണ്ടീഷൻ സൂക്ഷിക്കുക. 1. 2, ആ നാവിഗേഷൻ സെൻസർ തരുന്ന മുന്നറിയിപ്പ്, ബീപ്പ് സൗണ്ട്, അതിന്റെ മെസ്സേജ് കൃത്യമായിട്ട് അനുസരിക്കണം. അപ്പോൾ തെറ്റ് സംഭവിക്കുകയില്ല, വഴി തെറ്റുകയില്ല, വണ്ടി അപകടം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്കും. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയുടെ രൂപീകരണം, അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മോർ തിയോളജി പറയും മനസ്സാക്ഷി 3 തരത്തിലുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള മനസ്സാക്ഷി? ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ, കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചു വളരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന മനസ്സാക്ഷി ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, ലോല മനസ്സാക്ഷി അല്ലെ മൃദു മനസ്സാക്ഷി എന്ന് പറയും. അത് ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ പോലും തെറ്റും ശരിയും ഉള്ളില്
മെസ്സേജ് കിട്ടും, തിരിച്ചറിവ് കിട്ടും. അവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അല്പം ഒരു അഭംഗി തോന്നിയാൽ, അല്പം ഒരു ശങ്ക വന്നാൽ അപ്പോഴാണ് മുഖത്ത് പ്രതിഫലിക്കും, മുഖം വാടും, ചിലപ്പോൾ കണ്ണ് നിറയും, കാറും. അവരുടെ ഉള്ള വളരെ സെൻസിറ്റീവാണ്. അങ്ങനെ അങ്ങ് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ മൃദുവായ ഒരു മനസാക്ഷിയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ. എന്നാൽ മുന്നോട്ട് നമ്മൾ പെരുമാറി പോകുമ്പോൾ ഈ മനസാക്ഷിക്ക് 2 തരത്തിൽ അപജയം ഉണ്ടാവാം. എന്താണ്? ഒരു അപജയമെന്ന് പറയുന്നത് മനസാക്ഷി കല്ലിച്ചു പോകുന്നു, ഹാർഡായിട്ട് പോകുന്നു. ഹാർഡ് കോൺഷ്യൻസ്, അല്ലെ കല്ലിച്ച മനസാക്ഷി, മരവിച്ച മനസാക്ഷി എന്നൊക്കെ പറയാം. ഒപ്പം സമാനമായ മറ്റൊരു അപകട സാധ്യതയാണ് അയഞ്ഞ മനസാക്ഷി, ലാക്സ് കോൺഷ്യൻസ്, അയഞ്ഞ മനസാക്ഷി. ഇത് രണ്ടും അപകടമാണ്. വിശുദ്ധരെ സൃഷ്ടിക്കുന്നത് മൃദു മനസാക്ഷി, ഡെലിക്കേറ്റ് കോൺഷ്യൻസ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കറിയാവുന്ന നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കെല്ലാം ഈ സെൻസ് ചെയ്യാനുള്ള സെൻസറുകളുണ്ട്. ഒരു സ്പർശനം നമുക്കറിയാം. നമുക്ക് ഏറ്റവും സെൻസറുകൾ ഫങ്ഷൻ ചെയ്യുന്ന കോശങ്ങൾ ശരീരത്തിലുള്ള നമുക്കറിയാം. ശരീരം മുഴുവൻ കോശങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഉണ്ട്. സ്പർശിക്കുമ്പോൾ നമുക്കറിയാം. പ്രത്യേകിച്ച് നാവിൽ എന്തെങ്കിലും ഒരു ഇത് വന്ന് അതിൻ്റെ സെൻസേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. രുചി, അല്ലെങ്കിൽ ചെറിയൊരു മുടിയുടെ ഒരു കൺപീലി അടർന്നത് നാവേനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും നാവേലത് കിട്ടും, അതിൻ്റെ ആ സാന്നിധ്യം. അപ്പോൾ നമ്മൾ അത് എടുത്തു കളയും. കണ്ണുകൾക്കകത്തെ കോശങ്ങൾ വളരെ സെൻസിറ്റീവാണ്. നമുക്കറിയാം, വളരെ സെൻസിറ്റീവ് ഫങ്ഷൻ ചെയ്യുന്നതാണ്. കണ്ണിന് സംരക്ഷണം കൊടുക്കാനുള്ളതാണ് കൺപീലി. പക്ഷെ ഒരു കൺപീലി അടർന്നിട്ട് പുറത്തേക്ക് പോകുന്നതിന് പകരം കണ്ണിനകത്തോട്ട് വീണാലോ, അത് കണ്ണിനകത്ത് കിടക്കുമ്പോൾ കൺപോളയ്ക്കകത്ത് കിടക്കുന്നു. അത് അവിടെ കിടന്നാൽ കണ്ണ് പൊട്ടിപ്പോവുകയോ നമ്മൾ മരിച്ചു വീഴുകയോ ഒരു അപകടം ഒന്നുമില്ല. പക്ഷേ കണ്ണിൻ്റെ അകത്തെ കോശങ്ങൾ പറയും ഈ കൺപീലി ഇവിടെ കിടക്കേണ്ടതല്ല. അപ്പോൾ നമുക്ക് അതിനകത്തൊരു കിരികിരിപ്പ് അനുഭപ്പെടും, അസ്വസ്ഥത അനുഭവപ്പെടുന്നു. നമ്മൾ കണ്ണ് തന്നെ പെട്ടെന്ന് കണ്ണീര് ഒരുപാട് ഉണ്ടായിട്ട് അതിനെ കഴുകി കളയാൻ നോക്കുന്നു. നമ്മൾ തന്നെ അത് തോണ്ടുന്നു, അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കഴുകുന്നു, നമ്മൾ തുറന്നു നോക്കിയിട്ട് തോണ്ടിക്കളയാൻ നോക്കുന്നു. അപ്പം ആ കൺപീലി കണ്ണിനകത്ത് കിടക്കുക എന്ന് പറയുന്നത് അവിടെ കിടക്കേണ്ടതല്ല എന്ന കോശങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ കിരികിരിപ്പ്, അസ്വസ്ഥത. അതൊന്ന് പോയെങ്കിലേ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന് വലിയ അപകടമൊന്നുമല്ല, മരണമൊന്നും ഉണ്ടാവുകയല്ല, ചോര ഒഴുകോ ഒന്നുമില്ല. പക്ഷെ അത് കിടക്കേണ്ടതല്ല കേട്ടോ. അതാണ് വളരെ മൃദു മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചെറിയൊരു കാര്യം പോലും ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ അപ്പോഴേ അതിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെടും. അതുകൊണ്ട് നീങ്ങാൻ പറ്റിയാൽ അത് കറക്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു ഭാരം, ഒരു ഇറിറ്റേഷൻ, ഒരു നൊമ്പരം, അസ്വസ്ഥത ഉള്ളിൽ കിട്ടുന്ന അനുഭവം, അതാണ് മനസ്സാക്ഷി മൃദുവായിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കെല്ലാം ഈ സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മളൊരാൾ തൂമ്പ എടുത്ത് പണിയുന്ന ഒരു ദിവസം മുറ്റത്ത് കുറച്ച് കിളച്ചു, കുറച്ച് ചെടിയല്ല എന്തെങ്കിലും കിളച്ചു. അപ്പോൾ നല്ലപോലെ കുറേ മണിക്കൂർ പണിത് കഴിഞ്ഞാൽ കൈവെള്ള ഇങ്ങനെ ആ തൂമ്പായി പിടിച്ച് ആഞ്ഞ് കിളക്കിയ വഴിയായിട്ടുള്ള ആഘാതത്തിൽ ഈ കൈവെള്ളയ്ക്കകത്തെ കോശങ്ങൾ ഇങ്ങനെ ചതഞ്ഞിട്ട് ചുമപ്പ് നിറമാകും. എന്ന് മാത്രം പിന്നെയും പണിത് കഴിഞ്ഞാൽ അതിനകത്ത് കോശങ്ങൾ കേടുവന്നിട്ട് അതിങ്ങനെ കൊമളിച്ച് വെള്ളം കെട്ടി കിടക്കുന്ന അവസ്ഥ, ഒരു വേദന ഉണ്ടാവും. പക്ഷെ നമ്മളത് വകവെക്കാതെ പിന്നെയും പല ദിവസങ്ങൾ പണിതാൽ അങ്ങനെ കേടുവന്ന ചതഞ്ഞ കോശങ്ങൾ കേടുവന്നത് അവിടെ ഇങ്ങനെ അറ്റ് കട്ടിയായിട്ട് കിടക്കാൻ തുടങ്ങും, രൂപപ്പെടും. അതാണ് തഴമ്പൈ എന്ന് പറയുന്നത്. നമ്മുടെ കാലിനടി ഉപ്പുറ്റീരും അധ്വാനിക്കുന്നവർ കയ്യിലൊക്കെ ഇങ്ങനെ തഴമ്പ് വരുന്നു. തഴമ്പെന്ന് പറയുന്ന ചത്ത കോശങ്ങൾ, ജീവനില്ലാത്ത കോശങ്ങളാണ്. ജീവനില്ലാത്ത കോശങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മൾ തഴമ്പ്, കാലിൻ്റെ ഉപ്പുറ്റിയ തഴമ്പ് ഇങ്ങനെ കീറി നിൽക്കുന്നത്, നമ്മളത് ബ്ലേഡിന് ചെത്തി കണ്ടിച്ച് കളഞ്ഞാൽ നമുക്ക് വേദനയും വരികയില്ല, ചോരയും വരികയില്ല. അത് ജീവനില്ലാത്ത കോശങ്ങളാണ്. അതിങ്ങനെ കല്ലിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പർശനശേഷി ഇല്ല. തഴമ്പേ തൊട്ടാൽ നമ്മൾ അറിഞ്ഞത് വരികയില്ല. അതാണ് ചെത്തി കണ്ടിച്ചാൽ പോലും വേദനയുടെ ചോരയും വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ശക്തമായ ആഘാതം ഈ കോശങ്ങളുടെ മേലുണ്ടായി, കൈവെള്ള അല്ലെങ്കിൽ കാലിനടിയിൽ. നമ്മൾ നടക്കുമ്പം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ കാലിനടി എന്ത് മൃദുവ കോശങ്ങൾ, കാലിനകം അടിയൊക്കെ ഒരു തഴമ്പുമില്ല. നടക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ ഇതുപോലെ തഴമ്പ് വെക്കാൻ തുടങ്ങും. ശരീരത്തിന് വളർച്ച വരുമ്പം അതിൻ്റെ ഭാരം ഏറ്റേറ്റ് അതിൻ്റെ കോശങ്ങൾ അല്പം കേട് വന്നിട്ട് തഴമ്പായിട്ട് രൂപാന്തരപ്പെട്ട് അങ്ങനെ വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ
ആ കോശങ്ങൾ ജീവനില്ലാത്തെന്ന് പറയുന്നു. ഇതുപോലെ നമ്മുടെ മനസാക്ഷിയുടെ ലോല അവസ്ഥ നഷ്ടപ്പെടത്തക്ക രീതിയിൽ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കണ്ടിട്ടും മനസാക്ഷിക്ക് വേദന ഉണ്ടായിട്ടും നമ്മളെ വേദന അവഗണിച്ചുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് മുന്നോട്ട് പോയാൽ ആ മനസാക്ഷിയുടെ കോശങ്ങളിൽ കേട് വന്നിട്ട് ചതഞ്ഞ് പിന്നെ കളിക്കുമ്പോൾ കൈവെള്ളയിൽ കോശം ചത്ത് കൊമളച്ച് തലപിടിക്കുന്ന പോലെ ഈ മനസാക്ഷിയുടെ കോശങ്ങൾ ചത്ത് കെട്ട് പ്രവർത്തനക്ഷമല്ലെന്നായിട്ട് കല്ലിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ മനസാക്ഷിക്ക് അവിടെ സെൻസേഷൻ ഇല്ല, മൃദു ആയിരിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ മനസാക്ഷി കല്ലിച്ച അവസ്ഥയിലാണ് നമ്മൾ പിന്നെയും ചില പാപങ്ങൾ ഒരു ഭാരവും മനസാക്ഷിക്കിടെ ഇല്ലാതെ കോൾഡ് ബ്ലഡഡ് മാറ്റർ എന്നൊക്കെ പറയുകയല്ലേ, കല്ലിച്ചു പിന്നെ അവർ തന്നെ ചെയ്യും. എത്ര തിന്മ ചെയ്താലും പറഞ്ഞാലും ഒരു മനസാക്ഷി ഭാരവും ഇല്ല, വേദനയില്ല, ഒരു കൂസലുമില്ല. അങ്ങനെ പോകുന്നൊരവസ്ഥ ഈ ഒരു മനസാക്ഷിയുടെ കല്ലിച്ച അപജയത്തിൽ നിന്ന് വരുന്നതാണ്. അതിന് മറുവശമാണ് അയഞ്ഞ മനസാക്ഷി. ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന പിള്ളേര് കൂട്ടുകാർ വിളിക്കാൻ, എടാ ഇന്ന് ക്ലാസ്സിൽ കയറണം, നമുക്ക് കറങ്ങാൻ പോകാം, ചുമ്മാ കറങ്ങാൻ പോകാം, പാർക്കിൽ കൂടെ ഒക്കെ പോകാം. അത് വേണം, ക്ലാസ് കട്ട് ചെയ്യണ്ട, എടാ അത് പോട്ടെന്നേ, നമുക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തി വഴം കാണാന്നാട്ടെ, അങ്ങനെ കറങ്ങാൻ പോയി കുറച്ച് കറങ്ങി കഴിയുമ്പോൾ കൊണ്ടുവരും പറയും, നമുക്ക് ഇച്ചിരി മദ്യം കഴിക്കാനായിട്ട് പോകാം. അത് വേണ്ടതേ, അത് വേണ്ട, വാടാ പോകാം. അപ്പോൾ പറയാം ഒന്നായിക്കോട്ടെ. അങ്ങനെ പോയി മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വേറെ എന്തെങ്കിലും വേണ്ട, അനുകൂലത്തിനും വേണ്ട വൃത്തികേട് കാണിക്കാനായിട്ട് പോകാൻ മറ്റു പറയാ, അത് വേണ്ട, ഈ വാടാ പോന്നേ, എന്നാ പോയേക്കാം. അങ്ങനെ ഈ ഒന്നിനോടും ഒരു പ്രത്യേകമായിട്ട് നോ പറയാൻ പറ്റാതെ വഴങ്ങി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ അങ്ങനെയല്ല, എല്ലാവരും അങ്ങനെയാ, ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടങ്ങ് പോകുന്നു. എന്നാ കാണിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് പറയല്ലേ, അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നത്. ഇത് അയഞ്ഞ മനസാക്ഷിയാണ്. അപ്പൊ കല്ലിച്ച മനസാക്ഷി അയഞ്ഞ മനസാക്ഷിയും ഒരുപോലെ നമുക്ക് ആത്മീയ യാത്ര അപകടകരമാണ്. കാരണം അത് നമുക്ക് ഈ തമ്പുരാന്റെ വഴി വിട്ട് വേറെ വഴിക്ക് പോകാനുള്ള അവസരങ്ങൾ സാത്താൻ ഇട്ട് തരുമ്പോൾ, ലോകപ്രേരണ കൊണ്ട് വരുമ്പോൾ, നമ്മുടെ ഉള്ളത്തിൽ നിന്നുള്ള ആസക്തികൾ കൊണ്ട് ഇട്ട് തരുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ അപകടത്തിൽപ്പെടും. അപ്പം അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ എപ്പോഴും നവീകരിച്ച് രൂപാന്തരപ്പെടുത്തി ലോകത്തിന് അനുരൂപമാക്കാതെ, റോമാലേഖനത്തിന്റെ 12-ാം വാക്യം, ദൈവത്തിന്റെ ആത്മാവിന് നിരന്തരം പ്രവർത്തിക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ സൂക്ഷിക്കണം. അങ്ങനെ മനസാക്ഷിയെ ലോലമാക്കി മൃദുവാക്കി ഡെലിക്കേറ്റ് ആയിട്ട് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ നീങ്ങാൻ തയ്യാറായെങ്കിൽ, ശ്രദ്ധയെടുക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളൂ. നമ്മൾ മനസാക്ഷി കല്ലിച്ചോ അയച്ചോ ആ അവസ്ഥയിൽ ഇട്ടേച്ചിട്ട് അങ്ങയുടെ രാജ്യം വരണം എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ഉപകാരപ്പെടുകയല്ല. കാറിനകത്തെ സെൻസറുകളെല്ലാം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒരു കവല വരുമ്പോൾ തിരിയേണ്ടത് എങ്ങോട്ടാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അറിയത്തില്ല. അല്ല, വണ്ടി ബാക്കി എടുക്കുമ്പോൾ തട്ടി കഴിഞ്ഞാൽ അറിയുള്ളൂ. അത് സാത്താന് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്ന ആത്മീയ അവസ്ഥയുടെ സൂചനയാണ്. കേട്ടോ, സെൻസറുകളില്ലാത്ത വണ്ടി അപകടത്തിൽപ്പെടുന്ന പോലെയാണ് മനസാക്ഷി കല്ലിച്ചോ അയഞ്ഞു പോയിരിക്കുന്ന വ്യക്തിയെ സാത്താൻ ലോകവഴി ചിന്തകളിലൂടെ, ആശ്രിത ചിന്തകളിലൂടെ, അല്ലെ തന്നെ സാത്താന്റെ പ്രയത്നം വഴി തെറ്റിച്ചുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നീങ്ങാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അങ്ങയുടെ രാജ്യം വരണമേ, എന്ന് വരണമെന്ന പ്രാർത്ഥന നമ്മൾ തമ്പുരാനെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.